ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചലഞ്ച് വീഡിയോയുമായിട്ടാണ്. നമ്മൾ ഇന്നു മുതൽ ജൂൺ മാസം തുടക്കം മുതൽ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എങ്ങനെ ക്രിപ്റ്റോ എയർ ഡ്രോപ്സ് മാത്രം ഫാം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ $10K ഏൺ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ചലഞ്ച് എൻ്റെ ആവുക ഡിസംബർ മാസം അവസാനത്തോടു കൂടിയാണ്. ഈ ഒരു വർഷം 2025 ഡിസംബർ അവസാനത്തോടു കൂടി നമ്മൾ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ $10K എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ചലഞ്ചിൽ ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചിരിക്കണം നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ ആ മടിയനായിട്ട് മാറില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം. ഞാനെപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്ന കാര്യമാണ്, ഞാൻ ട്രേഡിംഗ് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ റേസ് ചെയ്തത് എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ടല്ല, ഞാൻ ലോൺ എടുത്തിട്ടില്ല. ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ എയർ ഡ്രോപ്സ് ഫാം ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെയാണ് ഞാൻ ഇനീഷ്യലായിട്ട് എൻ്റെ ക്യാപിറ്റൽ ബിൽഡ് ചെയ്തതും പിന്നീട് ട്രേഡിങ്ങിലേക്ക് വന്നതും അതിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ക്യാപിറ്റൽ ഇല്ല എന്ന കാര്യം ടെലഗ്രാം ചാനലിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചലഞ്ച് പോലും തുടങ്ങിയത്. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബേസിക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചലഞ്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപായിട്ട് ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ വേണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, അല്ലാതെ PC തന്നെ വേണമെന്നൊന്നുമില്ല. ഫോണിൽ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മൈസസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എക്സ്റ്റൻഷനുകൾ, വാലറ്റുകളുടെ എക്സ്റ്റൻഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കിവി ബ്രൗസറൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കളഞ്ഞതിന് ശേഷം ഈ ഒരു ബ്രൗസറിലേക്ക് വരിക, മൈസസിലേക്ക്. കാരണം കിവിയിൽ ഇനി അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, നിങ്ങളുടെ വാലറ്റുകളെല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഈ ഒരു ബ്രൗസർ iOSലും ആൻഡ്രോയിഡിലും ഉണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണ്ടത് വാലറ്റിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മെറ്റാമാസ്ക് യൂസ് ചെയ്യാം, OKX വാലറ്റും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് OKX വാലറ്റ് ആണ്. രണ്ടും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, മൊബൈൽ ഫോൺ ആണെങ്കിൽ മൈസസിലേക്ക് കയറിയതിനു ശേഷം ഇതുപോലെ മെറ്റാമാസ്ക് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ OKX വാലറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സെർച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് വരുന്ന സൈറ്റായിട്ടുള്ള ക്രോം വെബ് സ്റ്റോറിൽ കയറുക. അതിനുശേഷം ആഡ് ക്രോം എന്ന് പറയുന്ന വട്ടം കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വാലറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ആ വാലറ്റിലേക്ക് നിങ്ങൾ ഒന്നെങ്കിൽ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി നിങ്ങൾക്ക് വാലറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അത് ചെയ്യേണ്ടതാണ് അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് വാലറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് വാലറ്റ് ഉള്ളത് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ആൻഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സീഡ് ഫ്രേസ് കൊണ്ട് വാലറ്റ് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. മൊബൈൽ ഫോണിലും PC-ലും സെയിം പ്രോസസ്സാണ്, ഒരു വ്യത്യാസമില്ല. എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുമ്പോഴും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, എല്ലാത്തിലും സെയിം ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ആപ്പിലോ സോഫ്റ്റ്വെയറിലോ അല്ല, ബ്രൗസറിലാണ്. എല്ലാവർക്കും എല്ലാ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവർക്കും സെയിം ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ചെറിയ സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെനു അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊക്കെ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. മൊബൈൽ ഫോണും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ടതെന്ന് പറഞ്ഞാൽ ട്വിറ്റർ അക്കൗണ്ടാണ്. ഓക്കെ, പഴയ പേരാണ് ട്വിറ്റർ, ഇപ്പോഴത്തെ പേര് എക്സിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ട്വിറ്റർ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റി എയർ ഡ്രോപ്സിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ട്വിറ്റർ അക്കൗണ്ട് ഇല്ലാത്തവർ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മളുടെ ട്വിറ്റർ അക്കൗണ്ട് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, തീർച്ചയായിട്ടും കയറി ഫോളോ ചെയ്യുക. അതിനുശേഷം ഞാൻ ഓരോ പോസ്റ്റുകൾ ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനടിയിൽ വന്നിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. ലൈക്ക് ഷെയർ ഒന്നും ചെയ്യാനല്ല ഞാൻ പറയുന്നത്, കമൻറ്റ്സ് ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്ത് നിങ്ങളുടെ ഫോളോവേഴ്സ് ഒരു മിനിമം 50 ഫോളോവറെങ്കിലും ആക്കി വെക്കുക. ട്വിറ്ററിലൊക്കെ ഫോളോവേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു 50 ഫോളോവേഴ്സെങ്കിലും മിനിമം നിങ്ങൾ എത്തിക്കുക. നമുക്ക് ഈസിയാണ്, 50 അല്ല 500 വരെ നമുക്ക് ഈസിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് ഫോളോ ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി അലേർട്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, ഇതെന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ നിലവിൽ ഫാം ചെയ്യുന്ന എല്ലാ എയർ ഡ്രോപ്പുകളിലും. ഓക്കെ, നമ്മൾ ഈ ഒരു ചലഞ്ച് തീരുമ്പോഴത്തേക്കും മിനിമം ഏറ്റവും കുറഞ്ഞത് 50 പ്രൊജക്റ്റുകളെങ്കിലും എത്തും. കാരണം ജൂൺ മാസം തൊട്ട് ഒരുപാട് ഡെക്സുകളുടെ എയർ ഡ്രോപ്പുകൾ വരാനുണ്ട്, ടെസ്റ്റ്നെറ്റുകൾ റിലീസ് ആവാനുണ്ട്, എല്ലാം വരുന്നുണ്ട്. എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ മടി കാണിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ അലേർട്ട് വരുമ്പോൾ തന്നെ സമയം കിട്ടുന്ന എപ്പോഴാണ് അപ്പോൾ തന്നെ 1ാമത്തെ നമ്പർ മുതൽ താഴേക്ക് എല്ലാ ടാസ്കുകളും ഡെയിലി ചെയ്തു വരിക. ഒരു ദിവസം മിസ്സാക്കിയാൽ ഇപ്പോൾ എന്താണെന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10K എന്ന് പറയുന്ന ഫണ്ടിലേക്ക് എത്താൻ പറ്റില്ല. കാരണം എന്താ, ഒരു ദിവസം നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് നിങ്ങളെ മുൻപിലേക്ക് പോവുക. പിന്നീട് എയർ ഡ്രോപ്പ് വരുമ്പോൾ അങ്ങനെ എങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ, ഇതിനാണ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. എല്ലാ അപ്ഡേറ്റ്സും ഇവിടെയാണ് പോസ്റ്റ് ചെയ്യുക. നിങ്ങളെല്ലാ അപ്ഡേറ്റ്സും കാണും. അത്രയും കുറഞ്ഞ പോസ്റ്റുകൾ മാത്രമേ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഒരു ആഡ്സോ കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. ടെലഗ്രാം തന്നെ ഇടുന്ന ആഡ് ഇവിടെ താഴെ വന്നേക്കാം. അത് എനിക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഇല്ല. ഓക്കെ,
അപ്പോൾ അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ടെലഗ്രാം പ്രീമിയം എടുത്തതിന് ശേഷം ഈ ചാനൽ ബൂസ്റ്റ് ചെയ്യണം. അങ്ങനെ ലെവൽ 4 ലെവൽ 5 വന്നെത്തിയാൽ മാത്രമാണ് എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റുക. ആ ഒരു ആഡ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അല്ലാതെ ഒരു അൺനെസസറി പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് കൃത്യസമയത്ത് പ്രൊവൈഡ് ചെയ്യും. എയർ ഡ്രോപ്പ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള ആവശ്യമുള്ള അപ്ഡേറ്റുകൾ മാത്രം ഞാൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരു പോസ്റ്റ് നിങ്ങൾ മിസ്സാവില്ല. ഓക്കെ, ഒരു ദിവസം 10-20 പോസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓരോ അപ്ഡേറ്റുകളും വരുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചാണ്, നിങ്ങൾ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാൻ തയ്യാറാണോ? ആണ് എന്നുള്ളവർ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, മടിയന്മാരാവരുത്. ടെസ്റ്റ് നെറ്റും മെയിൻ നെറ്റും ചെയ്യാൻ തയ്യാറായിരിക്കണം. മെയിൻ നെറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഫണ്ട് മുടക്കി ചെയ്യുന്നതാണ് മെയിൻ നെറ്റ്. ഒറിജിനൽ ഫണ്ട് നമ്മളുടെ കയ്യിൽ വേണം. വലിയ ഫണ്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, ചെറിയ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻ നെറ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം എന്താ? നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി കിട്ടുന്ന എയർ ഡ്രോപ്പ് ഈ മാസം മുതൽ ഒരുപാട് ലിസ്റ്റിംഗ് നമുക്ക് നിലവിലുള്ള പ്രൊജക്റ്റുകളെല്ലാം ഉണ്ട്. അതെല്ലാം ചെറിയ എയർ ഡ്രോപ്പ് ആണെങ്കിൽ പോലും അതിൻ്റെ മിനിമം 50% നിങ്ങൾ മെയിൻ നെറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഇത് ഞാൻ ചെയ്ത കാര്യമാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത് സക്സസ് ആയ കാര്യമാണ്. ഓക്കെ, 50% മെയിൻ നെറ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ബാക്കി 50% നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ ട്രേഡിങ്ങിന് ഉപയോഗിക്കുക, എന്തോ ചെയ്തോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, എന്നിട്ട് മെയിൻ നെറ്റ് ചെയ്തിരിക്കണം. കാരണം ടെസ്റ്റ് നെറ്റിൽ നിന്ന് കിട്ടുന്ന പല മടങ്ങ് ഇരട്ടി റിവാർഡാണ് മെയിൻ നെറ്റിൽ നിന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തോന്നിയേക്കാം മെയിൻ നെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് വലിയ എയർ ഡ്രോപ്പ് കിട്ടാൻ പോവുകയാണ്. അങ്ങനെയാണോ? അല്ല. അവിടെയാണ് എങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റുകൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാര്യം. ഓക്കെ, എങ്ങനെയാണ് ഞാനൊരു എയർ ഡ്രോപ്പ് ഫാം ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുക? 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഒന്ന്, യൂസ് കേസാണ്. ആ പ്രൊജക്റ്റ് യൂസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ആ പ്രൊജക്റ്റിന് എന്താണ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള സ്കോപ്പ്, ഫ്യൂച്ചറിൽ എങ്ങനെ ആ പ്രൊജക്റ്റ് പെർഫോം ചെയ്യുമെന്നാണ് ഞാൻ ആദ്യം നോക്കുക. 2ാമത് ഫണ്ടിങ് ആണ്. എങ്ങനെ ആ പ്രൊജക്റ്റിനെ ഡെവലപ്പ് ചെയ്യും, പ്രോഫിറ്റബിൾ ആവുന്നത് വരെ റൺ ചെയ്യാനുള്ള ഫണ്ട് അവരുടെ കയ്യിൽ ഉണ്ടോ, ബാക്ക് ചെയ്യാനുള്ള കമ്പനീസ് ഉണ്ടോ എന്നാണ് നോക്കുക. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എയർ ഡ്രോപ്പ് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യും. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ 50 പ്രൊജക്റ്റ് വരെ നമ്മൾ മിനിമം ഈ ഒരു 6 മാസം കൊണ്ട് എത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ 50 എണ്ണം ചെയ്താൽ അതിന്ന് 10ൽ താഴെ എയർ ഡ്രോപ്പ് മാത്രമാണ് നല്ല എമൗണ്ട് കിട്ടുക. ഓക്കെ, ആ കാര്യം നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കുക. നമുക്ക് ഒരിക്കലും ഇത്ര എമൗണ്ട് ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് കിട്ടും, ഈ ഒരു മെയിൻ ചെയ്ത് എത്ര എയർ ഡ്രോപ്പ് കിട്ടും, ഈ ടെസ്റ്റ് ചെയ്ത് എത്ര എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളും അത് വിചാരിച്ച് ചെയ്യരുത്. ഓക്കെ, ചില എയർ ഡ്രോപ്പുകളിൽ നിന്ന് ഒന്നും കിട്ടില്ല. നമ്മൾ വിചാരിക്കാത്ത എയർ ഡ്രോപ്പ് എന്നായിരിക്കും നമുക്ക് വലിയ എമൗണ്ട് കിട്ടുക. അപ്പം നിങ്ങൾ വിചാരിക്കും ബാക്കി ഞാൻ ഈ 10 കിട്ടുമെന്ന് പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള 40 എയർ ഡ്രോപ്പ് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്ക് ഇതിൽ ഏതാണ് നല്ല എയർ ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല. നല്ല പ്രൊജക്റ്റ് എന്നേ പറയാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ലെയറേജ് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളെല്ലാവരും ലെയറേജിൻ്റെ അലോക്കേഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറഞ്ഞ അലോക്കേഷനാണല്ലോ കിട്ടിയത്. അതിന് കാരണക്കാരൻ എന്താണ്? പ്രൊജക്റ്റ് മോശമാണോ? അല്ല. ഫണ്ടിങ് ഇല്ലാത്തതാണോ? അല്ല. നമ്മൾ നോക്കിയ 2 കാര്യങ്ങളും നല്ല പ്രൊജക്റ്റ് തന്നെയാണ്, ലെയറേജ്. പക്ഷേ ഇവിടെ പ്രശ്നക്കാരനായത് ആരാണ്? ബിനാൻസ് ആണ്. ബിനാൻസ് ആൽഫയാണ്. ബിനാൻസ് ആൽഫയിലേക്കാണ് മെജോറിറ്റി അലോക്കേഷനും പോയിട്ടുള്ളത്. നോർമൽ കമ്മ്യൂണിറ്റി മണ്ടന്മാരാവുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. ബിനാൻസ് ആൽഫയെ പോലുള്ള കുത്തകകൾ വന്നുകൊണ്ട് അവരെന്ത് ചെയ്യും? അലോക്കേഷൻ കൊണ്ടുപോകും അവരുടെ യൂസേഴ്സിന് വേണ്ടിയിട്ട്. ബിനാൻസ് യൂസേഴ്സിനെ കൂട്ടാനാണ് ബിനാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫണ്ടിങ്ങും അതുപോലെ തന്നെ യൂസ് കേസും നോക്കി ചെയ്തിട്ടും നമുക്ക് നല്ല എയർ ഡ്രോപ്പ് കിട്ടാത്ത സാഹചര്യങ്ങൾ ഇനിയും ഒരുപാട് വരും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റി വെക്കണം. അല്ലാതെ ഇതുപോലൊരു എയർ ഡ്രോപ്പ് കിട്ടാതാകുമ്പോഴത്തേക്കും എന്നെ കുറ്റം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യാണ്. ഞാനും മൈൻഡ് ചെയ്യില്ല, ഈ പ്രൊജക്റ്റുകളും മൈൻഡ് ചെയ്യില്ല. ഓക്കെ, നിങ്ങളുടെ ടൈമാണ് അവിടെ പോകുന്നത്. നിങ്ങളത് ചെയ്യാതിരിക്കുക. ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഫാം ചെയ്യുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ ഇനിയും ഇങ്ങനെ അലോക്കേഷൻ കിട്ടാതെ വരും. അപ്പോൾ ചിലരെങ്കിലും പറയുന്ന കാര്യമാണ്, ഈ ഒരു പ്രൊജക്റ്റ് കണ്ടില്ലേ, മോശമായില്ലേ, ഇത് വെൽ സർക്യൂട്ട് പ്രൊമോട്ട് ചെയ്ത പ്രൊജക്റ്റ് അല്ലേ, അല്ലെങ്കിൽ അവരുടെ ചാനലിൽ കൂടെ പ്രൊമോട്ട് ചെയ്ത പ്രൊജക്റ്റ് അല്ലേ എന്നുള്ളതാണ്. പ്രൊമോട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പ്രൊമോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഫണ്ട് വാങ്ങിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു പ്രൊജക്റ്റിനെയും ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് എയർ ഡ്രോപ്പുകൾ വരും. അതിൽ നിങ്ങൾക്ക് അലോക്കേഷൻ കിട്ടാതെയും ആവും. അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. പക്ഷേ ഈ 50 എണ്ണം ചെയ്യുന്ന ഫണ്ട് കിട്ടണമെങ്കിൽ 1 or 2 നല്ല എയർ ഡ്രോപ്പ് കിട്ടിയാൽ മാത്രം മതി. നമുക്ക് ഈ ഒരു $10K എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണെന്ന് പറയാൻ കാരണം എന്താണ്? 1 or 2 നല്ല എയർ ഡ്രോപ്പ് കിട്ടിയാൽ തന്നെ $10K നമുക്ക് എത്താൻ പറ്റും. പക്ഷേ ഏത് നാളാ നല്ല എയർ ഡ്രോപ്പ് കിട്ടുക നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതല്ലാതെ വേറെ 2 ഘടകം കൂടി ഉണ്ട് നമുക്ക് എങ്ങനെ എയർ ഡ്രോപ്പ് കിട്ടുന്നു എന്നുള്ളത്. ഏത് സമയത്ത് നമ്മളുടെ കയ്യിലേക്ക് ടോക്കൺസ് എത്തുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമുക്ക് ടോക്കൺസ് അലോക്കേഷനൊക്കെ നല്ല രീതിക്ക് കിട്ടി, നല്ല എമൗണ്ട് ഓഫ് അലോക്കേഷൻ നമുക്ക് എല്ലാവർക്കും തന്നു. എന്നിട്ട് ലിസ്റ്റ് ചെയ്ത് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനീഷ്യലായിട്ട് വന്ന ലിസ്റ്റിംഗ് പ്രൈസിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് ക്ലെയിം ഓപ്പൺ ആയി ക്ലെയിം എററാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം കഴിയും ക്ലെയിം ചെയ്ത് ടോക്കൺസ് നമ്മളെ കയ്യിലേക്ക് കിട്ടാൻ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഒന്ന് എയർ ഡ്രോപ്പ് കിട്ടിയില്ല, ഒന്ന് മോശമായെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാതിരിക്കുക. അങ്ങനത്തെവർക്ക് ഒരിക്കലും 10K എന്ന് പറയുന്ന ഈ ഒരു ഫിഗറിലേക്ക് എത്താൻ പറ്റില്ല. അത് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ,
ആ ഒരു കാര്യം ഇപ്പം തന്നെ ക്ലിയർ ആക്കുക. നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ഫാം ചെയ്യും, അതിന് വളരെ കുറഞ്ഞ പ്രൊജക്റ്റിൽ നിന്നാണ് നല്ല എയർ ഡ്രോപ്പ് കിട്ടുക. അത് മതി നമ്മുടെ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ. നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും $10K ആയിരിക്കണം, അല്ലാതെ എത്ര പ്രൊജക്റ്റ് ഞാൻ ഫാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഈ 2 കാര്യം നോക്കും, പ്രൊജക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾ ഫാം ചെയ്ത് തുടങ്ങുക. കൃത്യമായിട്ട് ഞാനിടുന്ന അപ്ഡേറ്റുകൾ ഫോളോ ചെയ്യുക. ഡെയിലി ടാസ്കുകൾ ഉണ്ടെങ്കിൽ ഡെയിലി ടാസ്കുകൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിലേക്ക് എല്ലാവരും കയറിപ്പോവും, നിങ്ങൾക്ക് മാത്രം ലൊക്കേഷൻ കുറവായി പോകും. ട്രേഡിങ് ചെയ്യാൻ ഫണ്ട് ഇല്ലാത്തവർക്ക് ഇനീഷ്യലായിട്ടൊരു ക്യാപിറ്റൽ കൊടുക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് എങ്ങനെയാണ് സ്കാമുകളിൽ നിന്ന് രക്ഷപ്പെടുക, എങ്ങനെയാണ് മാക്സിമം നല്ല പ്രൊജക്റ്റുകൾ ഫാം ചെയ്യുക എന്നൊക്കെ പഠിച്ചത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, താല്പര്യമില്ലാത്തവരെന്ത് ചെയ്യുക, നമ്മളുടെ വീഡിയോസിലേക്ക് വരാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ മെയിൻ നെറ്റ് ഫാം ചെയ്യാൻ, മെയിൻ നെറ്റ് എയർ ഡ്രോപ്പുകൾ ഫാം ചെയ്യാനുള്ള ഫണ്ടും നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. വരുന്ന എയർ ഡ്രോപ്പുകൾ എത്ര മോശമായിക്കോട്ടെ, $5, $6, $7, $10, $50 എത്രയാണോ കിട്ടുന്നത്, അതിൻ്റെ 50% മെയിൻ നെറ്റിനുള്ള ഫണ്ടാണ്. ആ മെയിൻ നെറ്റിനുള്ള ഫണ്ട് മാറ്റി വെക്കുക. ഓക്കെ, മെയിൻ നെറ്റിന് നമ്മൾ ഫണ്ട് അങ്ങോട്ട് കളയൊന്നും വേണ്ട. നമ്മൾ സ്വാപ്പിംഗ് മീറ്റിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, മെയിൻ നെറ്റ് എയർ ഡ്രോപ്പ് ഫാമിംഗ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് തിരിച്ചെടുക്കാം. അവിടെയുള്ള ഗ്യാസ് ഫീ മാത്രമേ നമ്മുടെ കയ്യിൽ പോവുള്ളൂ. പക്ഷേ അത്രത്തോളം എമൗണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതോറും നമുക്ക് പോയിന്റ്സ് കൂടും. അതിനാണ് എമൗണ്ട് വേണമെന്ന് പറയുന്നത്. എത്ര എമൗണ്ട് വേണമെന്ന് വെച്ചാൽ മിനിമം $10, 800 രൂപയെങ്കിലും മിനിമം വേണം, ഏറ്റവും കുറഞ്ഞത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ $1000 ഉണ്ടോ, $10000 ഉണ്ടോ, നല്ല കാര്യം. അത്ര എമൗണ്ട് വരുന്നതോറും നമുക്ക് സ്റ്റേക്കിങ്ങിൻ്റെതും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം പോയിന്റ്സ് കൂടുതൽ കിട്ടും, വലിയ എയർ ഡ്രോപ്പും കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി നമ്മൾ ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഒരു കാര്യം ട്രംപാണ്. ട്രംപ് വന്നു കഴിഞ്ഞിട്ട് ചൈന ടാരിഫ് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോവില്ല, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊജക്റ്റുകളും ലിസ്റ്റ് ആക്കില്ല, സമയം വൈകി പോകും. മാർക്കറ്റ് കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്, ഒരു രീതിയിലുള്ള ഇഷ്യൂസും ട്രംപിൻ്റെ ഭാഗത്തു നിന്നില്ല, കുത്തിത്തിരിപ്പോ കാര്യങ്ങളൊന്നും ട്രംപ് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിലി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് $10K ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന ടാസ്കുകൾ ചെയ്തു പോകാൻ മാത്രം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ 50 എണ്ണം ഫാം ചെയ്യുമ്പോൾ 10 എണ്ണം നല്ലത് കിട്ടുള്ളൂ. അപ്പോഴും മൈൻഡിൽ വേണം, ആ 10 എണ്ണം മതി നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കമൻസിൽ പറയുക. നമ്മൾ ഇന്നു മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. വരുന്ന മാസങ്ങളിൽ നല്ല ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവരും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ചെയ്യുക, താല്പര്യമില്ലാത്തവർ ഈ ഒരു ചലഞ്ച് ജോയിൻ ചെയ്യാതിരിക്കുക. അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം.